എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല ആർത്തലച്ച് പെയ്യുന്ന മഴേൻ്റെ ശബ്ദമായിരുന്നു കാതുകളിൽ. എന്നാലും വേഗം പോയി കുളിച്ച് വിളക്കൊക്കെ കൊളുത്തിയിട്ടാണ് കർക്കിടക മാസത്തിൽ ഈ ഒരു ദിവസം നമ്മൾ ആരംഭിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിന് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് രാവിലെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് ഭഗവാനോടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ തുടങ്ങുമ്പോഴും കേട്ടോ. അപ്പോൾ എന്തിരുന്നാലും അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ചായയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത്യാവശ്യം നല്ല മഴക്കാറുണ്ട് പുറത്ത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കുട്ടികൾക്ക് അത്യാവശ്യം അവർക്ക് കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചു, ചായയാക്കി. ഇനിയിപ്പോൾ അതിലേക്കുള്ള കടികളും അങ്ങനെയൊക്കെ തയ്യാറാക്കണം. അവരെ ഒരു 8 മണി 8:15 ആകുമ്പോഴത്തേക്ക് അവർക്ക് പോകണം. അപ്പോഴേക്കും എല്ലാ ഫുഡെല്ലാം തന്നെ തയ്യാറാവണം കേട്ടോ. പിന്നെ നമുക്ക് ഭക്ഷണങ്ങളുടെ പരിപാടിയിലേക്കൊക്കെ നോക്കാം. പുട്ട് ഞാനിവിടെ നനയ്ക്കുന്നത് ഇന്നിപ്പോൾ മാമ്പഴത്തിലാണ് കേട്ടോ. പഴുത്ത മാങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമ്പഴം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അതിനകത്താണ് നമ്മുടെ പുട്ടുപൊടി നനച്ചെടുക്കുന്നത് കേട്ടോ. നല്ല സ്വാദാണ്, വേറെ കറികളൊന്നും വേണ്ട നമുക്ക് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാണ്, കുട്ടികൾക്ക് നല്ല കേട്ടോ, എല്ലാവർക്കും കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ മൈ ലൈഫാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഡേ മൈ ലൈഫ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്രയിലേക്ക് തുടക്കത്തിൽ നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം. യാത്രയിലുടനീളം കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഈ പുട്ടൊക്കെ ഒന്ന് നിറച്ചൊന്ന് ആവിയേറ്റാൻ വെക്കട്ടെ. എന്നിട്ട് ഇത് ആവി കയറി വരുമ്പോഴേക്കും കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്ന് ടൊമാറ്റോ റൈസാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫുഡ് ഞാനിവിടെ ആക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കി വെക്കട്ടെ കേട്ടോ. അപ്പോൾ അതേ അത്യാവശ്യം നമ്മളെ റൈസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പൂർണ്ണമായിട്ടുള്ള റെസിപ്പി ചാനലിൽ ഞാൻ വേറെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോഴത്തേക്കും ചോറൊക്കെ ഒന്ന് റെഡിയാക്കി വന്നപ്പോഴേക്കും നമ്മൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുട്ട് അവർക്ക് കഴിച്ചിട്ട് പോകാനായിട്ടുള്ളതാണ്. അപ്പോൾ അത് വേഗം വേഗം റെഡിയാക്കാം. അപ്പോൾ 2 തരത്തിലായിട്ട് ഞാൻ ആക്കുന്നുണ്ട് കേട്ടോ. മാമ്പഴത്തിൻ്റെ ആക്കി നോർമലായിട്ടുള്ള പുട്ടും ആക്കുന്നുണ്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് കഴിച്ചിട്ട് അവർ ഫുഡ് വയറ് നിറച്ച് കഴിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം വരെ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം. അവർ കഴിക്കാതെ പോയൊരു വിഷമല്ലേ. അപ്പോൾ അവരത് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് കൊണ്ടുപോകാനുള്ള ടൊമാറ്റോ റൈസൊക്കെ ഒന്ന് അവരുടെ ടിഫിനിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു ചർലാസും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. തൈരിലേക്ക് കുറച്ച് സവോളയും അതുപോലെ തന്നെ ക്യാരറ്റും ഒക്കെ അരിഞ്ഞിട്ട് വളരെ കുറച്ച് പച്ചമുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സാലഡും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ആദ്യം തന്നെ ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കി വെച്ച് അവർ ഫുഡൊക്കെ കഴിച്ച് പാത്രവും എല്ലാം ബുക്സും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് അമ്മമാർക്ക് വൈകുന്നേരം വരെ ഒരു എന്താ പറയുക, ഒരു സുഖമാണല്ലേ മനസ്സിന്. അവർക്ക് എന്തെങ്കിലും ഇച്ചിരി കഴിക്കാൻ വൈകേ ഫുഡ് കൊടുക്കാൻ മറന്നു പോവേ ഒക്കെ ചെയ്യുമ്പോഴേക്കും നമുക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും മഴയൊന്ന് വിട്ട് നിന്നപ്പോൾ ഞാൻ വേഗം മുറ്റം നിറച്ച് പുല്ലാണ്. അപ്പോൾ നിറയെ കാട് ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് പറിച്ച് മുറ്റമൊക്കെ ഒന്ന് അടിച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ആദ്യം തന്നെ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മുറ്റത്ത് നമുക്ക് കുറച്ച് സ്ഥലത്തൊക്കെ നമുക്ക് സിമെൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള സൈഡെല്ലാം ഇങ്ങനെ മണ്ണായിട്ട് തന്നെ കിടക്കുന്നതുകൊണ്ട് നന്നായിട്ട് തന്നെ പുല്ല് വരും കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ട് പൊങ്ങി വരുമ്പോഴേക്കും തന്നെ നമ്മളത് പറിച്ച് വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാൽ മാത്രമാണ് നമുക്ക് മുറ്റമൊക്കെ അടിച്ച് കഴിയുമ്പോഴേ ഒരു സുഖമുള്ളൂ കാണാനല്ലേ. ഇപ്പോൾ ഈ തൊട്ടാവാടി നിൽക്കുന്നത്. അപ്പോൾ കുഞ്ഞുനാളിൽ ഏറ്റവും കൂടുതൽ ഈ തൊട്ടാവാടിയിൽ ഇങ്ങനെ ചെയ്തവരുണ്ടോ? ഞാൻ എപ്പോഴും ചെയ്യുമായിരുന്നു കേട്ടോ. തൊട്ടാവാടിയിൽ ഇങ്ങനെ പോയിട്ട് അത് തൊട്ട് നോക്കുമ്പോൾ അതിങ്ങനെ ഉണങ്ങി എന്താ പറയുക, ഇതളുകൾ ഇങ്ങനെ മടങ്ങില്ലേ, അത് കാണാനൊരു പ്രത്യേക രസമാണല്ലേ. നമ്മൾ മുറ്റമൊക്കെ അടിക്കുകയാണ്. അപ്പോൾ മുറ്റം നമുക്ക് അത്യാവശ്യം നല്ലതെണ്ണം മുറ്റം അടിക്കാണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് കയറി വരുന്ന വശം ഒരു റോഡാണ് കേട്ടോ. റോഡെന്ന് വെച്ചാൽ അവിടേക്ക് 2 സൈഡിലേക്കും വീടുകളുണ്ട്. അപ്പോൾ നമ്മളുടെ വശം വീട് തുടങ്ങുന്നിടം തൊട്ട് അങ്ങ് റോഡ് ഫുള്ള് നമ്മൾ അടിക്കലുണ്ട് കേട്ടോ. അതുണ്ടോ ഈ റോഡ് ഫുള്ള് ഞാൻ എല്ലാ ദിവസവും അടിച്ചിടും കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇവിടെ പുല്ലുകൾ പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഭിത്തീൻ്റെ സൈഡ് കഴിയുന്ന വരെയുള്ള റോട്ടിലുള്ളതും സൈഡിലുള്ളതൊക്കെ ഇനിയിപ്പോൾ ഒരു സൈഡുണ്ട്, അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഇത് പറയേണ്ട, നമ്മുടെ തുടർച്ചയായിട്ടുള്ള മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ മുറ്റത്ത് ചെടിച്ചട്ടീൻ്റെ കൂടെയൊക്കെ നല്ലോണം ഈ ചരൽ കല്ലിട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും നല്ല രീതിക്ക് തന്നെ പുല്ലുകൾ മുളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. പിന്നെ ഇതാ ചെടിച്ചട്ടികളിൽ ചെടികളൊക്കെ ഇരിപ്പുണ്ട്. കാടൊക്കെ ഫുള്ളും ഇങ്ങനെ ആയിപ്പോയി നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡ്. തുടർച്ചയായിട്ടുള്ള മഴ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മഴ തന്നെയാണ്. എന്നിരുന്നാൽ കൂടി കർക്കിടക മാസമാണല്ലോ, നമ്മളെല്ലാവരും നല്ലോണം അങ്ങനെ വൃത്തിയാക്കി ഇടലുണ്ട് നമ്മളെപ്പോഴും. അപ്പോൾ ഇത്തവണ നമുക്ക് ഇച്ചിരി ലേറ്റായെങ്കിലും നല്ല രീതിക്ക് എല്ലാം തന്നെ ഇവിടെയൊക്കെ ഒന്ന് ചെത്തി നമുക്ക് നന്നായിട്ടൊന്ന് വൃത്തിയാക്കണം കേട്ടോ. എന്നാൽ മാത്രമായിരിക്കും നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടണ്ടേ. അപ്പോൾ അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് കുറച്ച് ടൈം മഴ പെയ്യാത്ത സമയത്ത് ഇറങ്ങിയിട്ട് ഞാനത് ഇടയ്ക്കിടയ്ക്കൊന്ന് എല്ലാം ഒന്ന് വൃത്തിയാക്കി കയറുന്നുണ്ട് കേട്ടോ. ഒരുപാട് വൃത്തിയായില്ലെങ്കിലും അത്യാവശ്യം നമ്മൾ സമയം കിട്ടുന്നത് പോലെ കണ്ടോ. കല്ലിൻ്റെ ഉള്ളിൽ ഫുള്ള് പുല്ലായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇരുന്ന് പറിച്ച് വൃത്തിയാക്കണം. എല്ലാം പറിച്ച് ഞാനെല്ലാം അടിച്ചു വാരി നിറയെ പുല്ലായിരുന്നു കേട്ടോ. 2 വശത്തുനിന്നും
പുല്ലുകളെല്ലാം പറിച്ചൊക്കെ വൃത്തിയാക്കി മുറ്റമൊക്കെ നല്ല ക്ലീനാക്കി. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാത്തൊരു സന്തോഷം. അതെല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ. ഇതുണ്ടോ, എല്ലാം ഞാൻ പുല്ലൊക്കെ പറിച്ച് റോഡിൻ്റെ അപ്പുറ സൈഡിലുണ്ട് കേട്ടോ. നമുക്ക് പതുക്കെ ചെയ്താൽ മതി. നമ്മളെ വീടിൻ്റെ ഉൾവശമാണ് ആദ്യം ചെയ്തത്. പിന്നെ ഇവിടെയൊക്കെ ഞാൻ കൈക്കോട്ട് വെച്ചിട്ട് പുല്ലൊക്കെ ഒന്ന് ചെത്തി ഒക്കെ ഒന്ന് വൃത്തിയാക്കി. പിന്നെ മഴ തുടർച്ചയായിട്ട് നല്ല മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക, മണ്ണ് ഒത്തിരി ഇളകി കിടക്കുകയായതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇത് ഇളകി വരുന്നുണ്ട്. അപ്പം അത്ര തന്നെ അങ്ങ് വൃത്തിയാക്കി എടുക്കാൻ നമുക്ക് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ചെത്തുന്നതിനിടയ്ക്ക് തന്നെ അതേ നല്ല മഴ വരുന്നു. അപ്പോഴേക്ക് നമ്മൾ ചോറിന് വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരി ഇത് കണ്ടോ, അത്യാവശ്യം ചോറ് വെന്ത് വരുന്നുണ്ട്. എന്നാലും കുറച്ചുകൂടി ഒന്ന് വേകാനുണ്ട്. ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ചോറ് മാത്രം നമ്മൾ പുറത്തൊരടുപ്പുണ്ട്, അവിടെയാണ് വെച്ചെടുക്കുന്നത് കേട്ടോ. ചോറും അതുപോലെ തന്നെ കുളിക്കാനുള്ള വെള്ളവും. അപ്പോൾ അവിടെ ഇത് കണ്ടില്ലേ, ചോറൊന്ന് ഇളക്കി കൊടുത്ത് വെന്തോന്നൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം അടച്ച് ഞാനൊന്നും കൂടി അവിടെ തന്നെ വെക്കുവാണ് കേട്ടോ. ഒന്ന് വെന്ത് വരട്ടെ. വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി പണിയുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്തിട്ട് വരാം കേട്ടോ. നല്ല മഴ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മഴയാണ്. അപ്പോൾ രാവിലെ കുറച്ച് തുണികളൊക്കെ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു, അതൊന്ന് വിരിക്കാൻ വേണ്ടി മൂടി പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്സ്റ്റെയറിൽ തുണി വിരിക്കുന്ന ഒരു ഷെഡുണ്ട്, അവിടെ കൊണ്ട് തുണി വിരിച്ചപ്പോഴേക്ക് അടിപൊളി മഴയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ വീഴുന്നത് നോക്കി ഞാനിങ്ങനെ നിൽക്കുക. പണ്ടിങ്ങനെ വെള്ളം വീഴുമ്പോൾ അതിലിങ്ങനെ കൊച്ചു തോണി, കടലാസ് കൊണ്ട് കുഞ്ഞു തോണിയൊക്കെ ഉണ്ടാക്കി കളിക്കുന്ന എൻ്റെ കുട്ടിക്കാലമൊക്കെ ഒന്ന് ഞാനൊന്ന് ഓർത്തു പോയതാണ് പെട്ടെന്ന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നിന്ന് വന്നപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെന്തോന്ന് നോക്കിയപ്പോഴത്തേക്കും വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോറൊക്കെ ഒന്ന് വാർക്കട്ടെ. പിന്നെ ഞാൻ അടുക്കളയിൽ ചോറ് വാർത്തതിന് ശേഷം അടുക്കളയിൽ നിന്നിട്ട് അവിയലാക്കി. ഈ അവിയലിൻ്റെയൊക്കെ റെസിപ്പി ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് റെസിപ്പി കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കിക്കോളൂ. സദ്യ സ്റ്റൈൽ നല്ല അടിപൊളി അവിയലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവില്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് മീൻ മുട്ട ഉണ്ടായിരുന്നു, മത്തീൻ്റെ മുട്ട. അപ്പോൾ ധാരാളം മത്തിമുട്ട കിട്ടുമല്ലോ മീനിൻ്റെ ഉള്ളിലില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കാന്താരിയൊക്കെ ഒന്ന് കുത്തിക്കാച്ചി എടുത്തിട്ടുണ്ട്. നല്ല സ്വാദാണ് കേട്ടോ. അപ്പോഴേക്കും അത്യാവശ്യം ഒരു ചെറിയ വെയിലൊക്കെ വരുന്നുണ്ട്. പറമ്പിലേക്ക് ഒന്ന് വിസിറ്റിന് പോയപ്പോഴേ പറമ്പിൽ ഇത് എന്ത് പഴാന്ന് എനിക്ക് അറിഞ്ഞൂടെ, അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നമ്മളൊരു മരത്തിൽ കായ്ച്ച് നിൽക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ പൂവാണത്. പിന്നെ ഇതേ നമ്മൾ കുറച്ച് കുമ്പളവള്ളിയൊക്കെ ഉണ്ട്, കുമ്പളവള്ളിയിലൊക്കെ അത്യാവശ്യം പൂവും കുറച്ച് കായ്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ മഴ കാരണം തന്നെ നമ്മൾ പറമ്പിലേക്ക് അങ്ങനെ ഇറങ്ങാത്തതുകൊണ്ട് ഇതൊന്നും നമ്മൾ കാണാനുണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ ചെറിയൊരു വെയിൽ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴതേ അവിടെയൊക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു കുമ്പളങ്ങ ഉണ്ടായി. അപ്പോൾ അതൊക്കെ കണ്ട ശേഷം അടുക്കളയിൽ വന്ന് ഞാൻ മീൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മീനിൻ്റെ തലക്കറിയാണ്. തലക്കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കഷ്ണമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഷ്ണമീൻ വറുക്കാനെടുത്തു. അപ്പോൾ അതിലൊരു ചെറിയ പീസ് തലയും കുറച്ച് എല്ല് പോലെയുള്ള ഭാഗമൊക്കെ ഉണ്ടായിരുന്നു, അതെടുത്ത് ഞാൻ കറി വെച്ച്. ഇതാണ് വറക്കാനുള്ള പീസുകളൊക്കെ തിരുമ്മി അത് വറുത്തിട്ടുണ്ട്. അടിപൊളി മീൻ ഫ്രൈ ആണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഉണ്ട് നമ്മളുടെ ചാനലിൽ. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കറി വെച്ചിട്ടുള്ളത് ഞാൻ പിന്നെ പുളിശ്ശേരിയാണ് തയ്യാറാക്കിയത്. നമ്മുടെ വീട്ടിൽ തന്നെ റംബുട്ടാനുണ്ട്. അപ്പോൾ റംബുട്ടാൻ പറിച്ചപ്പോൾ റംബുട്ടാൻ്റെ പുളിശ്ശേരിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. വളരെ സ്വാദിഷ്ടമാണ്. നമ്മൾ നാട്ടുമാമ്പഴം ഉണ്ടല്ലോ, പിന്നെ കാട്ടുമാമ്പഴം, നാട്ടുമാമ്പഴം എന്നൊക്കെ പറയില്ലേ, അത് ഉപയോഗിച്ചിട്ട് വെക്കുന്നൊരു പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ ആ മാമ്പഴത്തിന് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ അതേ സ്വാദിൽ തന്നെ നമുക്ക് ഈ ഒരു പിന്നെ റംബുട്ടാൻ പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എനിക്ക് ഒരുപാട് ഇഷ്ടമായ അത്രയും സ്വാദിഷ്ടമായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അത് ഇഷ്ടമാവുന്നവരൊന്ന് കഴിച്ച് നോക്കൂട്ടോ, ഉണ്ടാക്കിയിട്ട് അടിപൊളി. നമ്മൾ മാമ്പഴം പുളിശ്ശേരി വെക്കുമ്പോൾ മാമ്പഴം ഇടുന്നതിന് പകരം ഈ ഒരു റംബുട്ടാൻ ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ കേട്ടോ. പിന്നെന്താണ്, അപ്പം അങ്ങനെ പതിയെ പതിയെ എന്ന് നമ്മൾ ഡെയിമേ ലൈഫൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മീനിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ചേ വെച്ചിട്ടുള്ളൂ കേട്ടോ, കാരണം എല്ലാ കറിയും ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ച് മതി. ചെറിയൊരു ചാറോട് കൂടിയുള്ള ഒരു മീൻ കറിയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഞാൻ മീൻ വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വന്നപ്പോഴേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി കടുക് വറുക്കുക ഒന്നും ചെയ്യില്ല, അങ്ങനെ നമ്മൾ അടച്ചു വെച്ചാൽ മതി. പിന്നെ അവിടെ പുളിശ്ശേരി ഇവിടെ റെഡിയായി നല്ല കുറുകി നല്ല കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിതേ നെയ്യിൽ എന്താണ് നെയ്യിൽ കടുകും ഉലുവയൊക്കെ പൊട്ടിച്ച് ചേർത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഊണ് കഴിച്ച് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ചാമ്പങ്ങ പറിക്കാൻ പോയി കേട്ടോ. നിറയെ ചാമ്പങ്ങ ഉണ്ടായി വന്നിട്ടുണ്ട് മരത്തിൽ, അടിപൊളി ചാമ്പങ്ങ. കുറേ നമുക്ക് വൈനൊക്കെ ഉണ്ടാക്കണം. വൈനിൻ്റെ റെസിപ്പിയൊക്കെ വരും കേട്ടോ നമ്മളെ ചാനലിൽ. വൈൻ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് അധികം എമൗണ്ട് തന്നെ ചാമ്പയ്ക്ക നമ്മൾ പറിച്ചത് കഴുകി വൃത്തിയാക്കി നല്ല കോട്ടൺ തുണിയിലൊക്കെ ഇട്ട് ഉണങ്ങി നമ്മൾ എടുത്തിട്ടുണ്ട്.
കാരണം വെള്ളാംശമൊക്കെ ഉണ്ടെങ്കിൽ, ജലാംശം ഉണ്ടെങ്കിൽ അത് വൈന് കേടായിപ്പോവും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ജ്യൂസ് അടിക്കണം. പിള്ളേർ വരുമ്പോഴത്തേക്കും കുറച്ച് ജ്യൂസൊക്കെ അടിച്ച് വെക്കാം. അപ്പോൾ ഇന്നത്തെ എല്ലാ വിഭവങ്ങളും കൂട്ടിയിട്ടുള്ള ഒരു ഊണൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി പോയത്. കുട്ടികൾ വരുമ്പോഴത്തേക്കും കുറച്ച് കുരുവൊക്കെ കളഞ്ഞ് ഞാനിത് അവിടെ ജ്യൂസ് അടിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കളറ് നോക്കിയാട്ടെ, നല്ല ബ്ലഡ് പോലെ ഉണ്ട്. അടിപൊളി സ്വാദാണ് കഴിക്കാനായിട്ട് കേട്ടോ ഈ ജ്യൂസ്. കുടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കുടിച്ച് നോക്കണം കേട്ടോ. പിന്നെ കുട്ടികൾ വൈകുന്നേരം വരാനുള്ള ടൈമായപ്പോഴത്തേക്കും ഞാനിവിടെ ഒരു സേമിയത്തിൻ്റെ ഉപ്പുമാവും കൂടി തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി പതുക്കെ വരുവേ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. കൂടെ കൂടി സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒരുപാട് സ്നേഹം. താങ്ക് യു. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.